ശ്യാം, കേൾക്കാമോ? ഹലോ, കേൾക്കാം കേൾക്കാം. ഈ തിയേറ്റർ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറില്ലേ? രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ കുറിച്ച് അറിയണ്ടേ? എന്താണ് അതിൽ ആക്ഷേപം? അല്ല, അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ പെർഫോമിംഗ് ആർട്സിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പരീക്ഷയ്ക്ക് വേർതിരിക്കുന്നത്. ഒന്ന് ഡാൻസും ഒന്ന് ഡ്രാമയുമാണ്. അതില് ഡാൻസും ഡ്രാമയ്ക്കും കോമൺ ആയിട്ട് 50 ചോദ്യങ്ങൾ വരാറുണ്ട്. അതില് ഇന്ത്യൻ കൾച്ചറിന് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എത്തിക്കുകളെ പറ്റിയിട്ടും അതിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഇന്ത്യയുടെ കൾച്ചറും ഹിസ്റ്ററിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 5ഓളം ചോദ്യങ്ങൾ വളരെ പെരിഫറലായിട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ പോലുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് സിലബസിൽ ഇതുവരെയും അങ്ങനൊരു വിഷയം നമ്മുടെ സിലബസിലില്ല. അതേ സമയത്ത് വളരെ ആഴത്തിലേക്ക് ഹനുമാനെ വർണ്ണിക്കുന്ന ഭാഗം ഏതാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീത ഏത് മഹാഭാരതത്തിൽ ഏത് ഭാഗത്തിന്റെ എക്സ്റ്റൻസീവ് ഫോമാണ് എന്നുള്ള ഭാഗങ്ങളിലൊക്കെ കടക്കുന്ന സമയത്ത് ഈ പെരിഫറാലിറ്റി മാറിയിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് സിലബസിനെ കടന്നിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്. ശ്യാം, അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ ഏതൊക്കെയോ പ്രത്യേക വിഭാഗത്തെയാണ് ഈ പരീക്ഷകളിലൂടെ സ്ക്രീൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുണ്ടോ? അതാണോ അജണ്ട എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം, പൊതുവെ ഇതിനകത്ത് ഈ NCERTയുടെ ഭാഗമായിട്ടായാലും എല്ലാ കാര്യത്തിലും സിലബസ് പരിഷ്കരണവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സിലബസിനകത്തേക്കൊക്കെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതൊക്കെ പഠിക്കുന്ന ആളുകൾ മാത്രം ഈ പരീക്ഷകൾ ക്ലിയർ ചെയ്താൽ മതി എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അതാണ് അതിനകത്ത് കാതലായി ശ്യാം കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതൊക്കെ പഠിച്ചാൽ മാത്രം പെർഫോമിംഗ് ആർട്സുമായിട്ടും പെർഫോമിംഗ് ആർട്സ് പരീക്ഷ എഴുതുന്ന ഞാൻ പ്രാണപ്രതിഷ്ഠ എങ്ങനെയാണ് പെർഫോമിംഗ് ആർട്സ് അല്ലെങ്കിൽ തിയേറ്ററുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത് മാത്രമല്ല, ആ ചോദ്യത്തിന്റെ സ്ട്രക്ചർ തന്നെ പ്രശ്നമുണ്ട്. ഈ പ്രാണപ്രതിഷ്ഠ എന്നത് ഒരു കറണ്ട് അഫയേഴ്സ് എന്ന നിലയിൽ ചോദിച്ചതല്ല. കാരണം അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന ആ ചോദ്യത്തിന്റെ രീതി തന്നെ പ്രാണപ്രതിഷ്ഠയിലൂടെ രാമന്റെ ക്ഷേത്രം പുനരുദ്ധരിച്ചത്, അതായത് ബാബറി മസ്ജിദ് തകർത്ത അടക്കമുള്ള കാര്യങ്ങളിലുള്ള ചരിത്രപരമായ വസ്തുതകളെയൊക്കെ മറച്ചുവെച്ച് കൃത്യമായ ഒരു സംഘപരിവാർ അജണ്ടയുടെ ചോദ്യം അതിലുണ്ട്. ആ ചോദ്യത്തിൽ തന്നെ പ്രാണപ്രതിഷ്ഠ ചോദിച്ചു എന്നത് മാത്രമല്ല. തീർച്ചയായിട്ടും അയോധ്യയിൽ ഒരു പുതിയ അമ്പലം, ഇന്ത്യയുടെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് അയോധ്യയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു, അതിന്റെ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ അത് എന്നാണ് തുടങ്ങിയത് എന്നുള്ള രീതിക്കല്ലല്ലോ. അത് പ്രാണപ്രതിഷ്ഠ നടത്തിയ രാമന്റെ അമ്പലം അയോധ്യയിൽ എന്നുണ്ടാക്കി എന്നുള്ള തരത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ടാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. അത് ചരിത്രത്തിന് വളച്ചൊടിക്കലും ചരിത്രത്തിന് മറയ്ക്കലും ഒക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. ശ്യാം, ഇവിടെ ഒരറ്റത്ത് ചോദ്യങ്ങളിലെ ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണം, ഇത്തരത്തിൽ സിലബസ് വിട്ടുള്ള താല്പര്യങ്ങളുടെ അജണ്ടകൾ വാക്കുകളാക്കുന്നു. മറുവശത്ത് ഇതിൻ്റെ ക്വാളിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നീറ്റ് പരീക്ഷയിലൂടെ ഈ രാജ്യത്തിൻ്റെ മെഡിക്കൽ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കുന്ന തരത്തിലേക്ക് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകൾ നാം കണ്ടു തീർന്നതേ ഉള്ളൂ. അടുത്തുടനെ ഈ പരീക്ഷയും റദ്ദാക്കുന്നതിലേക്ക് പോകുന്നു. ഇവിടെയും ടെലഗ്രാം ആപ്പ് വഴി വ്യാപകമായി ഈ ചോദ്യപേപ്പർ ചോരുന്ന ഘട്ടമുണ്ട്. അപ്പോൾ ഒരറ്റത്ത് ഇതിൻ്റെ ക്വാളിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു, മറുവശത്ത് പ്രത്യേക അജണ്ട നിർമ്മിക്കുന്നു. അതായത് ഇത് യാദൃശ്ചികമാണോ? ഇത് യാദൃശ്ചികമാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഇത് വളരെ പെട്ടെന്ന് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു വിഷയമൊക്കെ ആയിരിക്കണം. തുടർച്ചയായിട്ട് 2 പരീക്ഷകൾ ഇത്തരത്തിൽ റദ്ദാക്കപ്പെടുകയും അല്ലെങ്കിൽ രണ്ട് പരീക്ഷയിലും കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ വരികയും സമയത്ത് ഇത് വളരെ യാദൃശ്ചികമാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ഇത് മോദി വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ 3 ടേമായിരിക്കുന്ന മോദിയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ജീർണതയാണ് ഒരു ഐസ്ബർഗ് പോലെ ഇപ്പോൾ നാം കാണുന്നത്. ഇങ്ങനെ നിരീക്ഷിക്കുന്നവരുണ്ട്. മറ്റൊന്ന്, ഇത്തരം ക്രമക്കേടുകൾ പോലും ഇപ്പോൾ ഈ UGCയുടെ ഈ എലിജിബിലിറ്റി ടെസ്റ്റിൽ, ഈ നെറ്റ് പരീക്ഷയിൽ, അധ്യാപക പരീക്ഷയിലൊക്കെ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇതിൻ്റെ ചോർച്ച പ്രധാനമായും കണ്ടെത്തിയത് കേന്ദ്രത്തിൻ്റെ സംവിധാനങ്ങൾ തന്നെയാണ്. അവരാണിത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് എന്നൊരു വാദമുണ്ട്. ഈ 2 വാദങ്ങളെയും തുലനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ശ്യാം അതിനെ നിരീക്ഷിക്കുന്നത്?
അല്ല, ഈ പരീക്ഷയെ കൃത്യമായിട്ടൊരു കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പരീക്ഷകള് അതേ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ തന്നെ അതിനകത്ത് നിന്നും പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർത്ത് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു വിഭാഗം തന്നെ അതിനെ റദ്ദ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പരീക്ഷാർത്ഥികളുടെ നിലയ്ക്ക് വളരെ വലിയ ആശങ്കകളാണ് ഉണ്ടാക്കുന്നത്, വലിയ കൺഫ്യൂഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ നമ്മൾ സംശയിക്കുന്നത് നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. അത് ഒരിക്കലും ഒട്ടും ക്ലിയർ അല്ലാത്തൊരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്യാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഈ 100 ചോദ്യങ്ങളുള്ളതിൽ 3-4 എണ്ണം മാത്രമാണ് ഇത്തരത്തിലുള്ളത് എന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവർ കാണാം. അവർക്ക് മറുപടി ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നത് 3-4-5 ചോദ്യങ്ങൾ ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് സിലബസിന് 5 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൈറ്റ് ഇവർക്കുണ്ട്. അത് ചോദിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയുടെ കൾച്ചറൽ ഹിസ്റ്ററി അത് സിലബസിനകത്ത് അതിനകത്ത് ബുദ്ധമതം വരുന്നുണ്ട്, ജൈനമതം വരുന്നുണ്ട്, ഇന്ത്യയുടെ കേവ് പെയിന്റിങ്ങും പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, മഹാഭാരതവും രാമായണവും വേദങ്ങളും ഉപനിഷത്തും അവയുടെ ഓർഡറും അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സും തുടങ്ങിയിട്ട് വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിന് 5 ചോദ്യങ്ങൾ ഇവർക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കേണ്ടിയിരിക്കുന്ന സ്ഥലത്ത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ ഉള്ളടക്കത്തെ പറ്റിയും ഹനുമാന്റെ ഭാഗം വിവരിക്കുന്ന ശ്ലോകത്തെ പറ്റിയും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതൊരിക്കലും വളരെ ജനറലൈസ് ചെയ്തെടുക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ്പദമാക്കിയുള്ള ചോദ്യപേപ്പറിൽ ഇത്ര നഗ്നമായ കാവ്യവൽക്കരണം ഉണ്ടായിരുന്നോ? മുൻകാല പരീക്ഷകൾ ചോദ്യപേപ്പറുകളൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുമല്ലോ ശ്യാം. അതെ അതെ അതെ. ഇല്ല, പക്ഷെ ഇത്രയും ക്ലിയർ ആയിട്ട്, ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കാവ്യവൽക്കരണം എനിക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ പെരിഫറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ക്ലിയർ ആയിട്ട് അത് കൃത്യമായിട്ട് ആ സബ്ഓർഗനൈസേഷൻ അവിടെ കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ആവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഈ പ്രാദേശിക വാദങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയുണ്ട്. കാരണം ഈ ഒറ്റ രാജ്യം ഒറ്റ ഭാഷ എന്നതിലേക്കുള്ള താല്പര്യം കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് അമിത്ഷാ അടക്കം പറഞ്ഞതും വലിയ വിവാദമായതാണ്. ഇവിടെയും അതിന് സമാനമായ ചോദ്യങ്ങളുണ്ട് ഈ അധ്യാപക പരീക്ഷയിൽ, അല്ലേ? അതെ അതെ. അതിനകത്ത് പ്രത്യേകിച്ച് ഈ നാടകത്തിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്സ് ബന്ധപ്പെട്ട് റീഡിംഗ് കോംപ്രഹെൻഷൻ ഒക്കെ വരുന്ന ഭാഗത്ത് ഇവർ തരുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത് ഹിന്ദി നാടകങ്ങളെ മഹത്വവൽക്കരിക്കുക അല്ലെങ്കിൽ ഹിന്ദി ലിറ്ററേച്ചറിനെ കൂടുതൽ മഹത്വവൽക്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെ പറ്റിയിട്ടുള്ള കുറിപ്പ് അല്ലെങ്കിൽ ആയുർവേദം, യുനാനി, സിദ്ധവൈദ്യം, യോഗ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറിപ്പുകളൊക്കെ വരുന്ന സമയത്ത് ശരി, ആ കുറിപ്പുകളിൽ നിന്ന് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സമയത്ത് അത് എന്തിന്റെ ബേസിലാണ് ഈ സിദ്ധവൈദ്യം, യുനാനിയും അല്ലെങ്കിൽ ട്രഡീഷണൽ മെഡിസിനൊക്കെ ഈ എക്സാമിന്റെ ഭാഗമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ള ഒരു ഭാഷയെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്ക് വരുന്നത് എന്നുള്ളത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം അനുസരിച്ച് ആരൊക്കെ ഭരിക്കുന്നു, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടേക്കുള്ള പല ഘട്ടങ്ങളിൽ പല ആശയധാരയിൽപ്പെട്ടവർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശ്യാം തന്നെ ഈ ഫേസ്ബുക്ക് പേജ് ഇടുമ്പോൾ, പോസ്റ്റ് ഇടുമ്പോൾ ഒരുപക്ഷെ അവിശ്വസനീയമെന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് പിന്നീട് താഴെ കമൻ്റായി താങ്കൾക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ എടുത്തിടേണ്ടി വന്നു, അല്ലേ? കാരണം അത്ര അത്ഭുതമാണ്. അതെ അതെ. ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുന്നതിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകടവും മൂർത്തവുമായ നടപടികൾ കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളാണോ ഇപ്പോഴുള്ളത് വിദ്യാഭ്യാസ നയങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ? വിദ്യാഭ്യാസ നയങ്ങളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നത് കൊണ്ട് അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആരും വിശ്വസിക്കില്ല. കാരണം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് സ്വാഭാവികമായിട്ടും ഇവരിൽ നിന്ന് തന്നെയാണ് അടുത്ത ആളും വരേണ്ടത്. അവിടെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടേതായിട്ടുള്ള ഒരു മാറ്റം ഒന്നുമല്ല, അത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കണ്ടംപററി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തത്തിലുള്ള ഒരു അഴിച്ചുപണിയുണ്ട്. അതിലാണ് മാറ്റം വരുത്തേണ്ടത്. ആ അഴിച്ചുപണിയാണ് ഇല്ലാണ്ടാവേണ്ടത്. ഞാൻ അപ്പോഴും പ്രധാനമായിട്ട് ഉന്നയിച്ചൊരു ഭാഗമുണ്ട്. 150ഓളം ചോദ്യങ്ങളിൽ ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ, വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പഠിക്കേണ്ട, വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും ഈ 150 ചോദ്യങ്ങളിൽ ഇല്ലാത്തിടത്താണ് 5 മാസം 10 ചോദ്യങ്ങള് കൃത്യമായിട്ട് ഇവരുടെ അജണ്ടയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. അതും ഒരു വലിയ
കൺഫ്യൂസ് ഉണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ഞാൻ കൃത്യമായിട്ട് ഉന്നയിക്കുകയും ചെയ്തൊരു പോയിന്റാണത്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്യാം സോർബ.